दानिया धोने के लिए जा रहे हैं आज। आज मेहमान लोग आने वाले हैं। सही है ओके ഇന്ന് അഞ്ചാമത്തെ നോമ്പാണ് പുറത്ത് ഭയങ്കര കാറ്റാണ് കേട്ടോ ആജ് अपना रूम में थोड़ा मेहमान आ रहे 10-15 आदमी होएगा ഇന്ന് ചെറിയൊരു ഇഫ്താർ പാർട്ടിയാണ് നാട്ടിലെ പോലെ ഭയങ്കര വിപുലമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല ചെറിയ ലളിതമായിട്ടുള്ള പരിപാടിയാണ് പക്ഷെ ആരെ വിളിച്ചാലും അവര് വരും അതാണ് ഇവിടുത്തെ പ്രത്യേകത കേട്ടോ അന്ന് കുറച്ച് ആൾക്കാർ പുറത്തുനിന്ന് വരുന്നുണ്ട് അപ്പൊ അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളായിട്ടാണ് ചെക്കന്മാരുള്ളത് ഞാൻ പുറത്ത് നല്ല കാറ്റാണ് എന്തായാലും വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വളരെ നന്ദി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും കാണിക്കുന്നുണ്ടാവും പിന്നെ അത്താഴത്തിന്റെ കാര്യങ്ങൾ നമ്മൾ ഏകദേശമൊക്കെ ഒരാള് ഒരു 3 മണിക്ക് എണീക്കും 3 മണിക്ക് എണീച്ചിട്ട് അവനാണ് പോയിട്ട് ഫുഡൊക്കെ കൊണ്ടുവരുന്നത് ഫുഡ് എന്നാൽ പൊറോട്ടക്കാരൻ മിക്കവാറും കൊണ്ടുവരാം പൊറോട്ട എന്തെങ്കിലും കറി കൊണ്ടുവരും നമ്മളൊക്കെ സാധാരണ 4:15 ആണ് എണീക്കുക ഇവിടെ ഏകദേശം 5:35 ബാങ്ക് അതിന് മുന്നേ എല്ലാവരും എണീച്ചിട്ട് എന്തായാലും ഇപ്രാവശ്യത്തെ നോമ്പ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ അത്താഴം അതുപോലെ തന്നെ ഇഫ്താറൊക്കെ വളരെ ഈസി സുഖമാണ് കാരണം എന്ന് വെച്ചാൽ 5:30 മറ്റത് വൈകുന്നേരം 6:21-22 ആകുമ്പോഴത്തേന് ഇഫ്താറും മറ്റേതാണ് ചില സമയത്ത് ഭയങ്കര ലോങ് ആയിരിക്കും വൈകുന്നേരം 7:30 നമ്മൾ ഇഫ്താർ നടത്തിയിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ 4:15 നമ്മൾ അത്താഴം കഴിച്ചിട്ടുണ്ട് അപ്പൊ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് നല്ല കാലാവസ്ഥയാണ് അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ഒപ്പം തന്നെ വേണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെറിയ കാര്യങ്ങളായിരിക്കും നിങ്ങൾ കാണിക്കുക എന്തായാലും ബ്ലാക്ക് ചേന കേട്ടോ ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ കുക്കമ്പർ തക്കാളി പച്ചമുളക് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ച് ഉപ്പും നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ഇതുപോലെ മിക്സ് ആക്കിയിട്ട് കഴിച്ചു നോക്കുക അടിപൊളിയ കാരം ബംഗ്ലാദേശിലെ സ്പെഷ്യൽ ഭക്ഷണമാണ് അവരത് ചോറ് കഴിക്കുന്നത് പോലെ കഴിക്കും ഞങ്ങൾ റൂമിൽ ഒരു 5-8 ആൾക്കാരും ഷെയർ ആയിട്ടാണ് മെസ്സ് നടത്തുന്നത് ഈ റംലാനിലാണ് ഞാനിതിൽ കൂടുതൽ അല്ലാതെ ഞാനല്ല റംലാൻ കഴിഞ്ഞ് പെരുന്നാളും കഴിഞ്ഞ് നമ്മളിത് എന്തായാലും കംപ്ലീറ്റ് ഹിസാബൊക്കെ നോക്കിയിട്ട് എല്ലാവരും ഡിവൈഡ് ചെയ്തിട്ട് പേ ചെയ്യാതെ ഇന്ന് 2-3 ആൾക്കാർ പുറത്തുനിന്ന് നമ്മൾ വന്നിട്ടുണ്ട് മുസ്ലിങ്ങളുണ്ട് അപ്പോൾ വിളിച്ചാൽ എല്ലാവരും അത് ക്ഷണം സ്വീകരിച്ച് വരും അതാണ് ഇവിടുത്തെ പ്രത്യേകത അത് എല്ലാവരും വരും മുസ്ലിങ്ങൾ